അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ടവരെ, യാസറാണ് പൂക്കോട്ടുംപാടം. നമ്മളെ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ, യുക്തിവാദികളുടെ ഇന്ത്യയിലെ നമ്പർ 1 നേതാവ്, ലണ്ടനിൽ പോയിങ്ങാണ്ട് ആകെ പൂക്കും വാങ്ങി കണ്ടം വഴി ഓടുന്നതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ ചോദിച്ചു, ആരിഫ് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊക്കെ സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാമിൽ അനുമതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഖുറാനിൽ വാക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് അടിസ്ഥാനത്തിലാവും പറയുന്നത്? അത് നുണയാണ്. ഓലോട് ഇപ്പൊ അതിന്റെ യാഥാർത്ഥ്യം പറഞ്ഞാലും അതിൽ ആരും വിശ്വസിക്കൂല. പിന്നെ ഇപ്പൊ ഇതില് ആശങ്കയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ, ഇസ്ലാം മതത്തിൽ പെടാത്ത ആൾക്കാരുണ്ടാവും. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയാം, നിങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കും മലയാളത്തിൽ ഇതിന്റെ പരിഭാഷ കിട്ടും. അപ്പോൾ കൃത്യമായ അധ്യായം ആ ആയത്തും ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നിങ്ങളിത് പഠിക്കുക. ആരൊക്കെയാണ് നിഷിദ്ധം, ആരൊക്കെയാണ് കെട്ടാൻ പറ്റുക, വിവാഹം കഴിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ കൃത്യമായി ഇസ്ലാം ഖുർആനിലൂടെ വളരെ വ്യക്തമായിട്ട് അതിന്റെ ദിശാബോധം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മളിപ്പോൾ ആരിഫ് ഹുസൈനെ കളിയാക്കി പോകുമ്പോൾ ഒരു വിഷയം മറ്റുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ടല്ലോ എന്നുള്ള ഒരു അടിസ്ഥാനത്തിലാട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിലെ വിവാഹ നിയമങ്ങളെയും കുടുംബ ഭദ്രതയെയും കുറിച്ച് ഇസ്ലാം വിരുദ്ധരും ചില യുക്തിവാദികളും ബോധപൂർവം വലിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയാണ്. അതിലൊന്നാണ് സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഖുർആൻ അനുവദിക്കുന്നു എന്ന തികച്ചും യുക്തിരഹിതവും അശ്ലീലവുമായ ഒരു വാദമാണ്. അതായത് പ്രമാണങ്ങളെ വികലമായി ചിത്രീകരിച്ച് ആളുകളിൽ ഇസ്ലാമിനോട് വിദ്വേഷം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യട്ടോ. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത രക്തബന്ധമുള്ള സ്ത്രീകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 23-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദരിമാർ, നിങ്ങളുടെ പിതൃ സഹോദരിമാർ, നിങ്ങളുടെ മാതൃ സഹോദരിമാർ, സഹോദര പുത്രിമാർ, സഹോദരി പുത്രിമാർ എന്നിവർ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഖുർആനിലെ 4-ാം അധ്യായം 23-ാമത്തെ ആയത്ത്. ഈ വചനം നിങ്ങൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അള്ളാഹു കൃത്യമായി പറയുന്നുണ്ട് നിങ്ങളുടെ മക്കൾ. അതിൽ സ്വന്തം മക്കള്, മകന്റെ മക്കള്, മകളുടെ മകൾ എന്നിങ്ങനെ താഴോട്ടുള്ള എല്ലാ തലമുറയിലെ പെൺമക്കളും ഉൾപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ ഇത്രയും വ്യക്തമായി വിലക്കിയ ഒരു കാര്യത്തെയാണ് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവർ വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്നത്. ചില യുക്തിവാദികൾ ഇമാമുകളുടെ കർമ്മശാസ്ത്ര ചർച്ചകളിലെ ചില വരികൾ അടർത്തിയെടുത്താണ് വിഷയം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന്, വിവാഹേതര ബന്ധത്തിലൂടെ, അതായത് വ്യഭിചാരത്തിലൂടെ ജനിക്കുന്ന ഒരു കുട്ടി നിയമപരമായി ഇസ്ലാമിൽ ആ പുരുഷന്റെ മകളായി ഗണിക്കപ്പെടുമോ ഇല്ലയോ എന്ന സങ്കീർണമായ ചില ഫിഖ്ഹി ചർച്ചകൾ ഇമാമുകൾ നടത്തിയിട്ടുണ്ട്. നിയമപരമായി പിതൃത്വം സിദ്ധിക്കാത്തത് കൊണ്ട് ആ കുട്ടിയെ വിവാഹം കഴിക്കാമോ എന്നൊരു കേവല യുക്തി ചിന്ത ചില പണ്ഡിതന്മാർ ചർച്ച ചെയ്തതിനെയാണ് ഇസ്ലാം സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ അനുവാദം നൽകുന്നു എന്ന രീതിയിൽ ഇവർ പച്ച നുണയേറ്റ് വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ വേറെ വേറെടുത്ത് ഒന്നുമില്ല. ഞാൻ ഇതും കൂടി കൂട്ടി പറയാൻ കാരണം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇതേ വിഷയം ഉന്നയിക്കും. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷം വരുന്ന ഇസ്ലാമിക പണ്ഡിതരും വ്യക്തമാക്കിയത്, വ്യഭിചാരത്തിൽ ഉണ്ടായ കുട്ടിയാണെങ്കിൽ പോലും ജനിതകമായി സ്വന്തം രക്തമായതിനാൽ ആ കുട്ടിയെ വിവാഹം കഴിക്കൽ ഹറാമാണ് എന്നുള്ളത് തന്നെയാണ്, നിഷിദ്ധമാണ് എന്നുള്ളതാണ്. ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് ഒരു പവിത്രമായ കരാറാണ്. വെറുമൊരു ലൈംഗിക ആസ്വാദനം മാത്രമല്ല, മറിച്ച് അതൊരു പവിത്രമായ കരാറാണ്. ഖുർആൻ വിവാഹത്തെ കാണുന്നത് പരസ്പര സമാധാനവും സ്നേഹവും കാരുണ്യവും പങ്കുവെക്കാനുള്ള ഉപാധിയായിട്ടാണ്. നിർബന്ധിത വിവാഹങ്ങളെ ഇസ്ലാം പൂർണ്ണമായി നിരോധിക്കുന്നുണ്ട്. നിർബന്ധിത വിവാഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സ്ത്രീയുടെയും പുരുഷന്റെയും പൂർണ്ണ സമ്മതത്തോടെ മാത്രമേ വിവാഹം നടക്കാൻ പാടുള്ളൂ. വ്യഭിചാരത്തെയും അഗമ്യഗമനത്തെയും ഇസ്ലാം ഏറ്റവും വലിയ പാപമായിട്ടാണ് കാണുന്നത്. കുടുംബത്തിന്റെ പരിശുദ്ധിയും വംശശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാം കൽപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ നിങ്ങൾ മുൻവിധി ഇല്ലാതെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും, ലോകത്ത് ഇസ്ലാം കൊണ്ടുവന്നത് ഏറ്റവും ഉത്കൃഷ്ടമായ കുടുംബ വ്യവസ്ഥിതിയാണ് എന്ന്. അറബി ഭാഷയിലെ പദപ്രയോഗങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തും ഗ്രന്ഥങ്ങളിലെ വരികൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തും യുക്തിവാദികൾ നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ കേവലം വില കുറഞ്ഞ പ്രശസ്തിക്കും ഇസ്ലാം വിദ്വേഷത്തിനും വേണ്ടി മാത്രമാണ് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കുക. കൃത്യമായി ഖുർആനിൽ നിഷിദ്ധമാക്കിയ
ആയത്തുണ്ട് വിവാഹം നിഷിദ്ധമാക്കി. സൂറത്തു നിസാ എന്ന് പറയുന്ന ആ സൂറത്തിലെ കൃത്യമായ അതിന്റെ വചനത്തിന്റെ പരിഭാഷ എടുത്തൊന്ന് നിങ്ങൾ പഠിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിലൂടെ മാത്രമേ, പഠിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് അറിവ് നേടാനും തെറ്റിദ്ധാരണ തിരുത്താനും കഴിയുള്ളൂ. അതല്ലാതെ ഇവർ നടത്തുന്ന കോയാ കോളിങ് മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ കൃത്യമായ ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ സുഖലോലുപരായി വരുമ്പോൾ നുണകളിൽ നിന്ന് നുണകളിലേക്ക് ഇവർ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന നുണകളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇന്നലെ ആരിഫ് ഹുസൈനൊക്കെ പൊളിഞ്ഞു വീഴുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ആയത്ത് കൂടി നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി അതിന്റെ വിവക്ഷ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബോധ്യപ്പെടും. പിന്നെ ഉൾക്കൊള്ളലും സ്വീകരിക്കലും ഒക്കെ അവനാൻ്റെ ഇഷ്ടമാണ്. പക്ഷെ ഒരു മതത്തിന്റെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അത് വലിയൊരു പ്രശ്നമാണല്ലോ. സ്വന്തം മകളെ വിവാഹം കഴിക്കാൻ ഇസ്ലാം പറയുന്നത് അതൊന്ന് പഠിക്കണ്ടേ, ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും. അപ്പൊ അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി അത്തരം പഠനങ്ങൾ അത് സ്വന്തമായ ആ തെറ്റിദ്ധാരണ തിരുത്താൻ അത് കാരണമാകുമെന്നുള്ളതിലൊരു തർക്കമല്ല. അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു.